വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 21, 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ജെറൂസലേമിന്റെ പതനം. ജെറൂസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ നാശം അടുത്തിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ യൂദയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ. പട്ടണത്തിലുള്ളവർ അവിടം വിട്ടുപോകട്ടെ. ഗ്രാമങ്ങളിലുള്ളവർ പട്ടണത്തിൽ പ്രവേശിക്കാതിരിക്കട്ടെ. കാരണം എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിന്റെ ദിവസങ്ങളാണ് അവ. ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം. അന്ന് ഭൂമുഖത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിന്റെ മേൽ വലിയ ക്രോധവും നിപതിക്കും. അവർ വാളിന്റെ വായ്ത്തലയേറ്റ് വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും. വിജാതീയരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ അവർ ജെറൂസലേമിനെ ചവിട്ടിമെതിക്കും. ജെറൂസലേമിന്റെ പതനത്തെ സംബന്ധിച്ചുള്ള യേശുവിന്റെ പ്രവചനം. ജെറൂസലം എന്നുള്ളത് വെറും ഒരു സ്ഥല നാമമോ ഒരു നഗരത്തിന്റെ പേരോ ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലമോ എന്നതിലുപരി യഹൂദ സമുദായത്തിന്റെ മുഴുവനും പൊതുപൈതൃകവും അവരുടെ അന്തസ്സിന്റെയും ആഭിജാത്യത്തിന്റെയും പ്രതീകവുമായിട്ട് കൽപ്പിക്കപ്പെട്ടിരുന്ന ഒന്നാണ്. യേശു ഈ ജെറൂസലത്തിന് സംഭവിക്കാൻ പോകുന്ന പതനത്തെപ്പറ്റി മുൻകൂട്ടി സൂചനകൾ നൽകുന്നതാണ് ഈ സുവിശേഷ ഭാഗം. യഹൂദന്മാരുടെ ജീവിത വിശുദ്ധിയുടെ അഭാവത്തിൽ അവരുടെ പൈതൃകത്തിന്റെയും അഭിജാത്യത്തിന്റേതുമായിട്ടുള്ള ആ പ്രതീകത്തിന് അധപതനം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതായിരുന്നു യേശുവിന്റെ പ്രവചനം. ആ പ്രവചനത്തിന്റെ വിശദാംശങ്ങള് അന്നത്തെ സമൂഹത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ യേശു സുവിശേഷത്തിലൂടെ പ്രകാശിതമാക്കുന്നു എന്ന് വേണം ധരിക്കാം.